Hello, good morning all. Welcome back to my channel, Sija's Economic Classes. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ഇക്കണോമിക് കോസ്റ്റ്, അവസരാത്മക ചെലവ് അല്ലെങ്കിൽ സാമ്പത്തിക ചെലവ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ, അതായത് ഇക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് നോക്കാം. ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇസ് ഫോർഗോൺ. ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിച്ച വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാമായിരുന്ന മറ്റൊരു വസ്തു എന്നാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ PPC വക്രത്തിൻ്റെ ടേബിൾ നമ്മൾ കണ്ടപ്പോൾ അതിൽ 10 യൂണിറ്റ് അരിക്ക് പകരം 4 യൂണിറ്റ് ഗോതമ്പാണ്. അപ്പോൾ നമ്മൾ 10 യൂണിറ്റ് അരിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 4 യൂണിറ്റ് ഗോതമ്പ് നമ്മൾ എന്താണ് വേണ്ടെന്ന് വെക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ വിഭവം ഉപയോഗിക്കുമ്പോൾ നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന മറ്റൊന്നാണ് ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് കുറച്ച് കൃഷിഭൂമി ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്കതിൽ നെല്ല് കൃഷി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ കൃഷി ചെയ്യാം. അപ്പോൾ നെല്ലിന് വേണ്ടിയാണ് മുഴുവൻ സ്ഥലവും നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നത് വെജിറ്റബിൾ കൃഷിയാണ്. അപ്പോൾ നെല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദായം 15,000 ആണെങ്കിൽ നമുക്ക് വെജിറ്റബിൾ കൃഷിയിൽ നിന്ന് 10,000 ആയിരിക്കും നമുക്ക് കിട്ടാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാഭം നോക്കി നെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് ഉൽപ്പാദിപ്പിക്കുന്നു, റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്നത് ഏതാണ്? കുറച്ച് ലാഭം കുറഞ്ഞ വെജിറ്റബിൾ കൃഷി നമ്മൾ എന്താണ് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപേക്ഷിക്കുന്ന മറ്റൊന്ന്, അതിനെയാണെന്ന് പറയാം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് നമുക്ക് PPCയുടെ വക്രം നമുക്ക് അതിൽ കാണിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ടേബിളും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.